5ാം ക്ലാസ്സിലെ കുട്ടികളെ കേരളവും തോൽപ്പിക്കണോ? ചില സംസ്ഥാനങ്ങൾക്ക് പുറമെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ കൂടി 5ലും 8ലും ബോർഡ് പരീക്ഷ നടത്തി കുട്ടികളെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കേരളം ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങൾ 10 വരെ ആരെയും തോൽപ്പിക്കരുത് എന്ന നയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും തോൽപ്പിച്ചത് കൊണ്ട് കുട്ടികൾ കൂടുതൽ പഠിക്കുമോ? തോറ്റു പഠിക്കാനുള്ള വിഷമം മൂലം പലരും പഠനം തന്നെ ഉപേക്ഷിക്കില്ലേ? 5ാം ക്ലാസ്സിലൊക്കെ ജയിക്കാനുള്ള മാർക്ക് ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആ സ്കൂളിനുമില്ലേ? എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസം നൽകാൻ സർക്കാരിനുമില്ലേ ബാധ്യത? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. കേരളവും തോൽപ്പിക്കണോ 5ാം ക്ലാസ് കുട്ടികളെ? കേരളം ഉൾപ്പെടെ നിലവിൽ 11 സംസ്ഥാനങ്ങളും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് 10ാം ക്ലാസ് വരെ കുട്ടികളെ തോൽപ്പിക്കാത്തത്. ആ സംസ്ഥാനങ്ങൾ പറയാം: ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഗോവ, ഛത്തീസ്ഗഡ്, കർണാടക, കേരളം, മഹാരാഷ്ട്ര, മണിപ്പൂർ, മിസോറാം, ഒഡീഷ, തെലങ്കാന, ഉത്തർപ്രദേശ്. പിന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലഡാക്ക്, ലക്ഷദ്വീപ്, ചണ്ഡീഗഡ്, ആൻഡമാൻ എന്നിവയും എല്ലാ കുട്ടികളെയും 10 വരെ ജയിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ 10 വരെ എല്ലാവരെയും ജയിപ്പിക്കുന്ന കാര്യത്തിൽ പ്രത്യേക നിയമമില്ല. പക്ഷേ ആരെയും തോൽപ്പിക്കാനില്ല എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി അൻപിൽ മഹേഷ് പൊയ്യാമൊഴി ഇപ്പോൾ പറയുന്നത്. ഡൽഹിയും പഞ്ചാബും മധ്യപ്രദേശും രാജസ്ഥാനും പശ്ചിമ ബംഗാളും ബീഹാറും ഗുജറാത്തും എല്ലാവരെയും ജയിപ്പിക്കുന്ന നയം തിരുത്തിയിട്ടുണ്ട്. ഡൽഹി വലിയ കൂടിയാലോചനകൾക്കും സെമിനാർ പരമ്പരകൾക്കും ശേഷമാണ് 5, 8 ക്ലാസുകളിൽ പൊതുപരീക്ഷ നടത്തി നിലവാരമില്ലാത്ത വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ തീരുമാനിച്ചത്. കേരളത്തിലും 4ാം ക്ലാസ് മുതൽ കുട്ടികളെ തോൽപ്പിച്ചിരുന്നത് ഒരുപാട് മുൻപുള്ള കാലത്തല്ല. 1 വർഷം തോറ്റ കുട്ടികൾ പിന്നെ എപ്പോഴും പിൻബെഞ്ചിലിരിക്കുന്നതായിരുന്നു കണ്ടുവന്നിരുന്നത്. അപൂർവം ചിലർ മാത്രമാണ് ആ തോൽവിയിൽ നിന്നും വിജയ വഴിയിലേക്ക് വന്നത്. 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ 1, 2 തവണ തോൽക്കുന്നവർ വീണ്ടും ജയിച്ച് ഉന്നത നിലവാരത്തിലെത്തിയിട്ടുണ്ട്. തോൽവി നേരിടാനുള്ള മനോബലം കൈവന്നതിനു ശേഷമാണ് അങ്ങനെയുള്ള വിജയങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 10 വയസ്സാകുമ്പോഴേക്ക് 5ാം ക്ലാസ്സിൽ തോൽക്കുന്ന വിദ്യാർത്ഥിക്ക് പിന്നെ എങ്ങനെയാണ് വിജയ വഴിയിലേക്ക് മടങ്ങിയെത്താൻ കഴിയുക? 2009 എല്ലാ വിദ്യാർത്ഥികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകാനുള്ള ഒരു നിയമം പാസാക്കിയത്. നിയമത്തിലെ 16ാം അനുച്ഛേദമാണ് ഇപ്പോൾ കേന്ദ്രം തിരുത്തുന്നതും. ആ സെഷൻ പറയുന്നത് ഇങ്ങനെയാണ്: സ്കൂളിൽ പ്രവേശിപ്പിക്കുന്ന കുട്ടിയെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാകുന്നത് വരെയെങ്കിലും ക്ലാസ്സിൽ തോൽപ്പിക്കുകയോ സ്കൂളിൽ നിന്നും പുറത്താക്കുകയോ ചെയ്യരുത്. പ്രകടനം മോശമാണ് എന്ന പേരിൽ അതുവരെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ തോൽപ്പിക്കുകയായിരുന്നു പതിവ്. അൺഎയ്ഡഡ് സ്കൂളുകൾ ചെയ്തിരുന്നത് വിദ്യാർത്ഥികൾക്ക് ടീസി നൽകി പറഞ്ഞുവിടുകയും. മികവുള്ളവരെ മാത്രം പഠിപ്പിക്കുന്നത് വേർതിരിവാണ് എന്ന് കണ്ടെത്തിയാണ് 2009 കേന്ദ്രം ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്. ആദ്യം അതിൽ തിരുത്തുകൊണ്ടുവന്നത് പഞ്ചാബാണ്. 5ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ബോർഡ് പരീക്ഷ നടത്തുകയും മികവുള്ളവരെ മാത്രം ജയിപ്പിക്കുകയും ചെയ്യണം എന്നായിരുന്നു നിർദ്ദേശം. 2015 ആയപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ ഉപദേശക ബോർഡ് ഈ വിഷയം ഏറ്റെടുത്ത് പഠിക്കാൻ ഒരു ഉപസമിതിയെ നിയമിച്ചു. ഹരിയാന വിദ്യാഭ്യാസ മന്ത്രി ഗീത ഫുക്കർ അധ്യക്ഷയായ സമിതി നിയമ ഭേദഗതി ചെയ്യണം എന്ന നിർദ്ദേശം നൽകി. ആ സമിതിയിലും പിന്നീട് കേന്ദ്രം നിലപാട് തേടിയപ്പോഴും കർണാടകവും ആന്ധ്രയും കേരളവുമാണ് ശക്തമായ വിയോജിപ്പ് അറിയിച്ചത്. കുട്ടികൾക്ക് നിലവാരമില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അധ്യാപകർക്കും വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുമാണെന്നായിരുന്നു ഈ സംസ്ഥാനങ്ങളുടെ വാദം. തമിഴ്നാടും ഹരിയാനയും ഒക്കെ അന്ന് അഭിപ്രായം പറയാതെ വിട്ടുനിൽക്കുകയായിരുന്നു. കഴിഞ്ഞ വിദ്യാഭ്യാസ വർഷമാണ് ഡൽഹി നയം തിരുത്തി ആദ്യ പരീക്ഷ നടത്തിയത്. 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ 20% കുട്ടികളാണ് ഡൽഹിയിൽ തോറ്റത്. ആകെ 2,34,894 വിദ്യാർത്ഥികൾ 8ാം ക്ലാസ്സിൽ ബോർഡ് പരീക്ഷ എഴുതിയപ്പോൾ തോറ്റത് 46,662 വിദ്യാർത്ഥികളാണ്. എന്നാൽ 5ാം ക്ലാസ്സിൽ 28,126 കുട്ടികൾ എഴുതിയതിൽ 262 പേർ മാത്രമാണ് തോറ്റത്. അതായത് തോൽവി 1% താഴെ. ഇത് ഡൽഹിയുടെ മാത്രമല്ല, പഞ്ചാബിന്റെയും ഗുജറാത്തിന്റെയും ഒക്കെ നയം സ്വീകരിച്ചാണ് കേന്ദ്രം ഇപ്പോൾ ഈ ഒരു നയം നടപ്പാക്കുന്നത്. 1/2 ലക്ഷത്തോളം കുട്ടികൾ ഡൽഹിയിൽ മാത്രം 8ാം ക്ലാസ്സിൽ തോറ്റു പഠിക്കുന്ന സ്ഥിതി. ഈ തീരുമാനങ്ങളിലേക്ക് സംസ്ഥാനങ്ങളെയും കേന്ദ്രത്തെയും എത്തിച്ചത് നിരവധി കമ്മിറ്റികളുടെ റിപ്പോർട്ടുകളാണ്. വിഷയം പഠിച്ച TSR സുബ്രഹ്മണ്യൻ കമ്മിറ്റി എല്ലാവരെയും ജയിപ്പിക്കുന്നത് 5ാം ക്ലാസ് വരെ മതിയെന്നാണ് റിപ്പോർട്ട് നൽകിയത്. എല്ലാവരെയും ജയിപ്പിക്കുന്നത് വിദ്യാഭ്യാസ നിലവാരം തകർക്കാൻ ഇടയാക്കുമെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും കണ്ടെത്തി. ഇതോടെയാണ് 2017 അവതരിപ്പിച്ച ബില്ല് 2019 പാസ്സായത്. ബില്ല് പാസ്സായ ശേഷവും 5 വർഷം കേന്ദ്ര സർക്കാർ തുടർ നടപടികൾ എടുത്തില്ല.
ഇപ്പോ കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ ഉത്തരവ് നടപ്പാവുകയാണ്. ബോർഡ് പരീക്ഷയിൽ പരാജയപ്പെടുന്നവർക്ക് 2 മാസത്തിനുള്ളിൽ മറ്റൊരവസരം കൂടി നൽകും. അതിലും പരാജയപ്പെട്ടാൽ 1 വർഷം പഴയ ക്ലാസ്സിൽ തുടരണം. കേരളത്തിനും കർണാടകത്തിനും ആന്ധ്രയ്ക്കുമെല്ലാം എല്ലാവരെയും ജയിപ്പിക്കുന്ന നയവുമായി ഇനി എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? ആ ചോദ്യത്തിനാണ് ഇനി ഉത്തരമുണ്ടാകേണ്ടതും. തോറ്റുപോകുന്ന കുട്ടികൾ കൂടുതൽ മെച്ചപ്പെടുന്നു എന്ന് ഒരു പഠനവും തെളിയിക്കാത്ത സ്ഥിതിക്ക് ആരെ ബോധ്യപ്പെടുത്താനാണ് ഇപ്പോഴത്തെ ഈ നിലവാര നിർണയം? ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഇതുപോലെയുണ്ട്, അനവധി, നിരവധി. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.